ഉന്നയിക്കാൻ പോകുന്നത് 9 വർഷക്കാലം ഈ കേരളത്തെ തകർത്ത ഈ സർക്കാരിനെ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കും. 23-നാണ് ഫലപ്രഖ്യാപനം. PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF-നും UDF-നും ഒരുപോലെ നിർണായകമാകുന്ന സീറ്റാണ് നിലമ്പൂരിലേത്. നിലമ്പൂരിനെ കൂടാതെ മറ്റ് 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഗുജറാത്തിലെ കാദി വിസാലാദാർ, പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ്, പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ച് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജൂൺ 2 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം. ജൂൺ 3-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ജൂൺ 5 വരെ പത്രിക പിൻവലിക്കാം. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ നിലമ്പൂരിൽ വിജയിച്ചത്. കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് VV പ്രകാശിനെയാണ് പരാജയപ്പെടുത്തിയത്. 2016-ലാണ് അൻവർ നിലമ്പൂരിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ചത്. 30 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ച മണ്ഡലം അൻവർ ഇടതിനൊപ്പമാക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്.